അതിജീവനത്തിലാണ് നാട്. മനുഷ്യർക്കൊപ്പം തന്നെ കുറച്ചധികം പേർ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അത് ഈ ജീവജാലങ്ങൾ കൂടിയാണ്. ഇവരെയൊക്കെ ജീവിതത്തിലേക്ക് തിരികെ കൈപിടിച്ച് കയറ്റുന്ന ആനിമൽ റെസ്ക്യൂ ടീമാണ് നമ്മോടൊപ്പം ഉള്ളത്. എങ്ങനെയാണ് ഇപ്പം ഇത്രയും ദിവസങ്ങളുടെ തന്നെ ഒരുപാട് ജീവികളെ എങ്ങനെ രക്ഷിച്ചോ? അതെ, കുറേയേറെ മൃഗങ്ങളെ ഈ കഴിഞ്ഞ 4 ദിവസങ്ങളായിട്ട് ഞങ്ങൾക്ക് ടീമായിട്ട് രക്ഷിക്കാൻ കഴിഞ്ഞു. ഞങ്ങൾ ഏകദേശം ഒരു 14 പേരടങ്ങുന്ന ഒരു ടീമായിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയതാണ് വളരെ വീക്കായിട്ടാണ് കിട്ടിയത്. നമ്മൾ വെറ്റിനറിയിൽ അറിയിച്ച് നോക്കിയപ്പോൾ അനീമിക്കാണ്, വളരെ വീക്കാണ്. അപ്പോൾ എന്തായാലും ഡോക്ടേഴ്സിനെ കാണിച്ച് ഇവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ ഒരുപാട് സാഹചര്യത്തിൽ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നതൊക്കെ പോലെ പല മൃഗങ്ങളെയും ഒക്കെ മണ്ണിനടിയിൽ അങ്ങനെയൊക്കെ കിട്ടിയിരുന്നോ? അങ്ങനെ കിട്ടിയ ഒരു പട്ടി ഉണ്ടായിരുന്നു. അതിനിപ്പോൾ ഞങ്ങൾ റെസ്ക്യൂ ചെയ്തുകൊണ്ട് പിന്നെ ഇനിയുള്ളത് കുറച്ച് പൂച്ച, പിന്നെ കോഴിയൊക്കെ ഉള്ള തീറ്റ അവിടെ തന്നെ എത്തിച്ച് അതിന് ക്ലിയർ ആക്കി. അല്ലാത്ത ഈ ഒരു നിസ്സഹായാവസ്ഥയായിരിക്കും മൃഗങ്ങൾക്കും. പലരും ഈ ഭക്ഷണം പോലും കഴിക്കാതെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന, ഭക്ഷണം കൊടുത്തിട്ട് പോലും കഴിക്കാത്ത മൃഗങ്ങളെയൊക്കെ നമ്മൾ കണ്ടു. എങ്ങനെയാണ് ഇവരെയൊക്കെ വീണ്ടും പല മേഖലകളിൽ നിന്നൊക്കെ എടുക്കുമ്പം ഉണ്ടാവുന്നത്? ഇവിടേക്ക് എത്തിപ്പെടാനുള്ള ഒരു പെർമിഷന് വേണ്ടി ഞങ്ങൾ കുറെ അലഞ്ഞായിരുന്നു. എന്തായാലും അത് ഒരു 4 ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. അവിടെ നമ്മളിപ്പോ കാണുമ്പോൾ കുറെ നമുക്ക് ടെൻഷനാണ്. പിന്നെ അത് പറഞ്ഞ് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാനുള്ള ഒരു ഇതുണ്ട്. അവിടെ ചെല്ലുമ്പോഴേ നമുക്ക് കുറെ ക്യാറ്റൊക്കെ അവിടെ ഗർഭിണികളായ ക്യാറ്റുണ്ട്. കുറെ ദിവസമൊക്കെ ഇങ്ങനെ ഭക്ഷണവും വെള്ളവും ഒന്നും കിട്ടാതുള്ള മൃഗങ്ങൾ ഉണ്ടാവില്ല, ഒറ്റപ്പെട്ടു പോയ. അതായത് നമ്മുടെ ഈ സംഭവം നടന്ന സ്ഥലത്ത് ഇപ്പൊ NDRFും ഇവരെല്ലാരും കൊണ്ട് ഫുഡ് ഉണ്ട് അവിടെ, അവർക്ക് ഫുഡ് കിട്ടുന്നുണ്ട്. പക്ഷെ ഈ ഒഴിപ്പിച്ച വീടുകളുണ്ടല്ലോ, അവിടെ നിന്ന് പെട്ടെന്ന് ആളുകൾ മാറിയപ്പം ആ വീട്ടിൽ ചിലർ തിരിച്ചു ചെല്ലുന്നുണ്ടെന്നാ പറഞ്ഞ ഫുഡ് കൊടുക്കാനൊക്കെ. പക്ഷെ അവിടെ നിന്ന് മിസ്സായ കുറെ ജീവികളുണ്ട്. അവർക്കാണ് ഈ ഫുഡ് കിട്ടാത്ത കുറെ സീനും നമുക്ക് തോന്നിയിട്ടുള്ളത്. ഇങ്ങനത്തെ മൈന്യൂട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ അപ്പം വരും. ഡോഗിന് എന്തോ ചെറിയ പരിക്കൊണ്ടെന്ന് തോന്നുന്നു. അത് അവിടെ തന്നെ കിടക്കുകയാണ്, കരച്ചിലാണ്. ഞാനെന്നെ ലൊക്കേറ്റ് ചെയ്തോളാം, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞങ്ങൾ ഹാം റേഡിയോ ഓപ്പറേറ്റേഴ്സാണ്. ഞങ്ങൾ ഇതേപോലെ ദുരന്തം അങ്ങനെയുള്ള സംഭവങ്ങളിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾ കളക്ടറേറ്റിനെ സഹായിക്കും, ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേറ്ററിനെ സഹായിക്കും. ഈ മൃഗങ്ങളുടെ കാര്യം ചിലപ്പം ഇങ്ങനത്തെ പ്രധാനപ്പെട്ട സംഭവം നടക്കുമ്പോൾ ചിലപ്പം ആരും ശ്രദ്ധിക്കണമെന്നില്ല. അപ്പോൾ ഞങ്ങൾ ഉടൻ തന്നെ അത് കളക്ടറേറ്റിൽ വിളിച്ചറിയിക്കുകയും ആ കളക്ടറേറ്റിൽ നിന്ന് അത് ആനിമൽ വിഭാഗത്തിൽ വിളിച്ചു പറയുകയും അവർ റെസ്ക്യൂ ടീമിനെ അവരെ അറിയിക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവർ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ വന്നപ്പോൾ ഈ രോഗി ഇങ്ങനെ കരയുന്ന കണ്ടുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കുകയും ഇപ്പോൾ തന്നെ കളക്ടറേറ്റ് വിളിച്ച് പറഞ്ഞു അതിന്റെ ആ ഒരു അതിനെ സേഫ് ആക്കാനുള്ള കാര്യം ചെയ്തു. അങ്ങനെ തിരികെ എടുത്തൊക്കെ ഉടമസ്ഥർക്കൊക്കെ കൊടുത്തോ മൃഗങ്ങളെ? ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് മുയലുകളെ കിട്ടിയായിരുന്നു, ഏകദേശം 5 മുയലുകളെ. ഞങ്ങൾ അവിടെ അവരോട് അന്വേഷിച്ച് ഓണേഴ്സിനെ കണ്ടുപിടിച്ച് ഞങ്ങൾ അവരുടെ കയ്യിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അടുത്തൊരു റിസോർട്ട് ഉണ്ടായിരുന്നു, സിയറ ബ്രൂക്ക് എന്ന് പറഞ്ഞ റിസോർട്ട് ഉണ്ടായിരുന്നു. അവിടെ 2 ഡോഗ്സ് ഉണ്ടായിരുന്നു, ഒരു ലാബ്രഡോറും ഒരു ഡോബർമാനും അല്ലേ. അവർ രണ്ടുപേരും ഞങ്ങൾ അവിടെ നിന്ന് നടത്തി, അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് ഓണറിനെ കണ്ടുപിടിച്ചിട്ട് അവരുടെ കയ്യിലേക്ക് കൊടുത്തു. ഇന്ന് അവർ വന്ന് അതിനെ കൊണ്ടുപോയി. വല്ലാത്തൊരു സ്നേഹപ്രകടനമായിരിക്കും. ഭയങ്കരമാണ്, അതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അത് മൃഗങ്ങളെ വളർത്തിയിട്ടുള്ളവർക്ക് മാത്രമേ അത് അറിയത്തുള്ളൂ. അങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഈ ജീവജാലങ്ങളും അവരുടെ സ്നേഹവും ദുരന്തഭൂമിയിലെ മനസ്സിന് സുഖം നൽകുന്ന ഒരു കാഴ്ച കൂടിയാണ്. പ്രജോഷ് കുമാറിനൊപ്പം അരുണ മൃദുനാഥ്, മാതൃഭൂമി ന്യൂസ്, വയനാട്.